എൻ്റെ പേര് അനിത. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 8 വർഷമായിട്ട് വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നതും എല്ലാം. അപ്പോൾ 8 വർഷത്തിനുള്ളിൽ ഞാനൊരു കടയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള ചേച്ചി കൃപാസനത്തിൽ പോയി ഇങ്ങനെ എനിക്കൊരു പത്രം എൻ്റെ കൊണ്ടുപോയി തന്നു. ഇങ്ങനെ കൃപാസനത്തിൽ പോയി, നീ ഇത് നോക്ക്, ഇത് പ്രാർത്ഥിച്ച് നോക്കുക, നിനക്ക് ചിലപ്പോൾ വീടിനും സ്ഥലത്തിനുമൊക്കെ നിനക്ക് അനുഗ്രഹം കിട്ടുമായിരിക്കും. സ്ഥലം വീടൊന്നും ഇല്ലാത്ത കാരണോട് എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി നല്ല ഇതോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അന്നൊന്നും പോന്നിട്ടില്ല കേട്ടോ. അതിന് കൃപാസനത്തിലേക്ക് വരാനും പോരാൻ പറ്റില്ലായിരുന്നു. കടയിൽ നിന്ന് എനിക്ക് വരാനും ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 6 മാസം മുമ്പ് ഞാനിവിടെ വന്നു. ഒരു പ്രാവശ്യം വന്നുപോയി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി, ഒന്നുകൂടി പള്ളിയിൽ എനിക്കിവിടെ വരണം, എനിക്ക് അമ്മയുടെ അടുത്തൊന്ന് വരണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് ഞാനും എൻ്റെ ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയും കൂടി, ഞാൻ ചേച്ചിനോടും ചേച്ചി നമുക്ക് കൃപാസനത്തിൽ പോവാം, ആ ചേച്ചിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ ആ ചേച്ചിയോടും കൂട്ടി വാ ചേച്ചി, അവിടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചേച്ചിയും വന്നു എൻ്റെ കൂടെ. ഇവിടെ വരുന്നവരെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനും ഒന്നും ഞങ്ങൾ ആലോചിച്ചിരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ഉടമ്പടി എടുക്കാം, ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ അമ്മ മാതാവ് കേൾക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം, ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സുമി ചേച്ചി പറഞ്ഞു, എടി ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ചേച്ചി എപ്പോൾ പോയാലും സാരമില്ല, നമ്മൾ വൈകിട്ടായാലും ഇന്ന് ഉടമ്പടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടുന്ന് കാശുരൂപ ഇത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് എഴുതി കൊടുത്ത് വീടും സ്ഥലത്തിനും ഒന്നും കിട്ടില്ല, വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. എനിക്കൊരു വീടും സ്ഥലവും, പിന്നെ എനിക്കിങ്ങനെ പുറത്തേക്ക് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ എല്ലാവരും ഇത് പോകാനും കൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി എനിക്ക് പോകാൻ പറ്റണേ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇത് അന്നേരം ഒന്നും ആയിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് ഈ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിന് എനിക്കിത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിളിച്ചു, അനിതയ്ക്ക് സ്ഥലത്തിന് ഇത് വന്നിട്ടുണ്ട്. ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു കേട്ടോ അന്നേരയ്ക്ക് മുമ്പൊക്കെ, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 8 വർഷം മുമ്പ് ഞാൻ കൊടുത്തിട്ട് അന്നേരം ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഈ ഉടമ്പടി എടുത്ത ബിഷപ്പ് ഇവിടുന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥലത്തിന് അനിതയ്ക്ക് സ്ഥലത്തിന് ഇത് വന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്ന് പേപ്പറും ഇത് സാധനങ്ങളൊക്കെ ശരിയാക്കി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, കടയിലെ ചേട്ടൻ പറഞ്ഞു, പോയിക്കോ അനിത, നിനക്ക് കിട്ടുന്ന കാര്യമല്ലേ, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ കടയിൽ നിന്ന് തന്നെ പോയി മുനിസിപ്പാലിറ്റി ചെന്ന് എനിക്ക് സ്ഥലത്തിനും ഇതിന് കിട്ടിയെന്ന് പറഞ്ഞ അപേക്ഷ ഞാൻ എഴുതി കൊടുത്ത് ബ്ലോക്കിൽ പോകാൻ പറഞ്ഞു. അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് എനിക്ക് അതിനനുവദിച്ചു. അത് കൃപാസന അമ്മയുടെ മാതാവിൻ്റെ ഇതും കൊണ്ട് എനിക്കത് ലഭിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇതും എനിക്ക് വന്നു. അങ്ങനെ കുവൈറ്റിന് പോകാനാണ്. ഞാൻ ഹോം നേഴ്സായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കടയിൽ നിന്ന് പോയി ഞാൻ ഹോം നേഴ്സായി ഒരു വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ഞാനിങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരുപാട് കടബാധ്യതകളും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായതുകൊണ്ട് പിന്നെ വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാനും തീരുമാനിച്ചത്. പോയി ഞാൻ അങ്ങനെ കൊടുത്തിട്ട് വീട്ടിൽ എനിക്ക് വിസ പോലും എല്ലാം വന്നായിരുന്നു, വിസയും വന്നു, എല്ലാം വന്നു. പക്ഷെ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാൻ പറ്റാതെ, കാരണം എൻ്റെ കാലിൻ്റെ എനിക്ക് ബ്ലഡിൽ അണുക്കളുണ്ട്, അതൊരു കാരണമൊക്കെ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റാതെയായി. അപ്പോൾ അത് അങ്ങനെ പോകാൻ ഞാൻ അതിൽ നിന്ന് മനസ്സിൽ നിന്ന് പിന്നെ മടിച്ചു. ഇനി അങ്ങനെ പോകണില്ല എന്നും പറഞ്ഞ് മനസ്സ് മടിച്ച് ഞാൻ അത് നിർത്തിവെച്ച് പിന്നെ ഞാൻ ഇതുപോലെ ഓരോ വീടുകളിൽ ജോലിക്ക് പിന്നെയും ഇറങ്ങി. അപ്പോൾ വീട് ജോലിക്ക് പോയതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി ഇത് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണം കൊണ്ടാണ് കൂടുതൽ ഇത്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഹോം നേഴ്സിനൊക്കെ പോകണ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവും കൊണ്ടും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടിട്ട് കുറേ നാളായി. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ എനിക്ക് മാത്രം എന്താ പുറത്തേക്ക് പോകാൻ ഇതൊന്നും സാധിക്കണില്ലായിരിക്കുമോ, അമ്മയ്ക്ക് മാത്രം എന്നെ വേണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൊച്ചു ശാലം എപ്പോഴും പ്രാർത്ഥന വൈകുന്നേരം കൊന്ത ചൊല്ലും. ഞാൻ ഹിന്ദു ആണ് കേട്ടോ, എന്നാലും ഞാൻ കൊന്ത ചൊല്ലുകയും വീട്ടിലിരുന്ന് ചില സമയത്ത് ശാലോൻ്റെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ കുളിച്ചൊരുങ്ങി ഞാനും എൻ്റെ മോളും കൂടിയിരുന്ന് കൊന്ത ചൊല്ലുകയും ഒക്കെ ചെയ്യും, പ്രാർത്ഥിക്കും. അതിനുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം. പക്ഷേ ഇത് ഇവിടെ വന്ന് ഞാനും ഈ ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഈ കാശി രൂപം ഇതും എല്ലാം ദൈവത്തിൻ്റെ കൃപാസനമ്മയുടെ രൂപവും എല്ലാം പ്രാർത്ഥന ഇത് കഴിഞ്ഞ് ഞാനിത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ
എനിക്ക് ഓരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേശ്ശെ. ഇത് മുറുകെ പിടിച്ച് എപ്പോൾ പോയാലും എവിടെ പോയാലും ഞാൻ മുറുകെ പിടിച്ചേ നടക്കുകയുള്ളൂ. എന്നുവെച്ചാൽ എവിടെ പോയാലും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2 മാസം മുമ്പ്, ഞാൻ പ്രാർത്ഥിച്ചിൻ്റെ ഫലം ഈ 2 മാസം മുമ്പ് വരെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. കാശ് രൂപം എൻ്റെ കയ്യിൽ കേട്ട് ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞു, എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ തരണം അമ്മേ, എൻ്റെ കടങ്ങൾ എനിക്ക് വീട്ടണം, എനിക്കൊരു വീട് പണിയണം എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇതാ കൊടുത്തിട്ടുണ്ട്. അനിതയ്ക്ക് റെഡി ആവുകയാണെങ്കിൽ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എനിക്ക് വിശ്വാസത്തില്ല. കാരണം ഒരു വെച്ചപ്പോൾ മെഡിക്കൽ പോയി ബ്ലഡിൻ്റെ പ്രശ്നം ഇതൊക്കെ പറഞ്ഞതാണ്. സാരമില്ല, നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഈ 1 മാസം മുമ്പ് എനിക്ക് അവർ പറഞ്ഞു, അനിതയെ അവർക്ക് വീട്ടിൽ ജോലിക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിസ മാസം കൊണ്ട് വരുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഈ 2 ആഴ്ച മുമ്പ് എനിക്ക് ഞാൻ അമ്മേനോട് എന്നും പ്രാർത്ഥിക്കും, ആശീർവാദത്തിൽ പ്രാർത്ഥിച്ച് കർത്താവിൽ പ്രാർത്ഥിക്കും, അമ്മേ എൻ്റെ യേശുവപ്പ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ആ അനുഗ്രഹം ഞാൻ പിടിച്ച പല സമയങ്ങളിലും, എല്ലാ സമയങ്ങളിലും അമ്മയുടെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഞാൻ കരഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം ഇതോട്ട് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അമ്മ സഹായിച്ചു തരേണ്ട കുറച്ച് കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ 1 മാസത്തിനുള്ളിൽ എനിക്ക് വിസ വരാൻ പോയിട്ട് അവർക്ക് എടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞ് 2 ആഴ്ച ആയിട്ടുള്ളൂ. എനിക്ക് വിസയും വന്നു, ടിക്കറ്റും വന്നു. അതും കൂടി കൈ പിടിച്ചുകൊണ്ടായിട്ട് വന്നേ. ഞാൻ ആ സന്തോഷം എല്ലാവരും പറയാൻ വേണ്ടിയിട്ട് ഈ 31-ാം തീയതി, അതായത് 31-ാം തീയതി എനിക്ക് പോവാൻ വൈകുന്നേരം 5:30 എനിക്ക് പോകാനുള്ള എല്ലാം ഇത് എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് അമ്മോട് പറഞ്ഞിരുന്നു. എനിക്കിത് കിട്ടിയാൽ ഉറപ്പായിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് എനിക്ക് സാക്ഷി പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററോട് വന്ന് കരഞ്ഞു പിടിച്ചിട്ടായാലും ഞാൻ പറഞ്ഞത്, ഞാൻ സാക്ഷി പറഞ്ഞിട്ട് അമ്മയെ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പോകണമെങ്കിൽ അത് എത്ര സമയമായാലും ഞാൻ നിന്ന് സാക്ഷി പറയാൻ തന്നെയായിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഇത് പറയാനുള്ള അവസരവും അമ്മ എനിക്ക് തന്നു, എല്ലാം എനിക്ക് അനുവദിച്ചു തന്നു. അമ്മയോട് നന്ദി പറയണം ഞാൻ എപ്പോഴും. പിന്നെ ഒരു കാര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളും എല്ലാ ആവശ്യങ്ങളും വരാറുണ്ട്. അമ്മ സമയത്തൊക്കെ തക്ക സമയത്തുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള പൈസയുടെ ഇതൊന്നും ഉണ്ടായില്ല. വെറുതെ ഞാൻ ഒരു കൊച്ചിനോട്, പലിശയ്ക്ക് കൊടുക്കുന്ന കൊച്ചിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, മോനെ എനിക്ക് പോകാൻ നേരത്ത് കുറച്ച് പൈസ തന്ന് സഹായിക്കുമെന്ന് വെച്ചു. ആ കൊച്ചു പറഞ്ഞു, തരാലോ ചേച്ചിക്ക് തരാം, എത്ര രൂപ വേണ്ട? ഞാൻ പറഞ്ഞു, എനിക്ക് 30 രൂപ മതി, ഇപ്പോൾ എനിക്ക് മേടിക്കാൻ സാധനങ്ങളൊന്നും ഇല്ല, അത് മേടിക്കുന്നത് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ച് എനിക്ക് 30 രൂപ തരുകയും ചെയ്തു. ചേച്ചി സാധനങ്ങൾ മേടിച്ച് പോയി രക്ഷപ്പെടും, അങ്ങനെയൊക്കെ ജോലിക്ക് പോയി എന്തെങ്കിലും രക്ഷപ്പെടും, വീട് വെക്കണം, അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞപ്പോൾ ആ കൊച്ച് അതിനുള്ള സഹായം എനിക്ക് ഒപ്പം തന്നെ അമ്മയുടെ ഇതുകൊണ്ട് അനുഗ്രഹം കൊണ്ട് എല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഇത്രയും സാധിച്ചതും അമ്മോട് എങ്ങനെ നന്ദി പറഞ്ഞ് ഒരിക്കലും തീരില്ല. ഞാനിപ്പോൾ എല്ലാവരോടും പറയാണ്, വിശ്വാസമില്ലാത്തവരായാലും ആരെല്ലാം എവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അമ്മയെ നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചാൽ നമുക്ക് അമ്മ എന്തും തരുന്നുള്ളത് ഉറപ്പാണ്. ആ കാര്യത്തിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സത്യമായി പറയുന്നു നിങ്ങളോട്, അമ്മയെ വിശ്വസിച്ച എല്ലാവർക്കും ഉറപ്പായിട്ടും എല്ലാം അമ്മ സാധിച്ചു തരും. അമ്മയ്ക്ക് സാധിക്കാത്തതൊന്നുമില്ല. കർത്താവേ നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഇന്ന് കൃപാസന താരയിൽ സാക്ഷ്യങ്ങൾ പങ്കുവെച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം, ദൈവം തനിക്ക് നൽകിയ വർഷങ്ങളായിട്ട് താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നടക്കാത്തത്, ഇന്ന് തനിക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള വിസയും ടിക്കറ്റുമൊക്കെ പരിശുദ്ധ അമ്മ തനിക്ക് തന്നു എന്നാണ് ഈ മകൾ പറയുക. അതായത് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ താൻ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. മെഡിക്കൽ തന്നെ അൺഫിറ്റായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് കുവൈറ്റിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രയൽ നടത്തിയപ്പോഴുണ്ടായി. അതേ അവസ്ഥയാണ് ഇപ്പോഴും. എന്നാൽ തൻ്റെ മെഡിക്കൽ പാസ്സാകുവാനും അങ്ങനെ തനിക്ക് ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുവാനും സാധിച്ചു. 8 വർഷമായിട്ട് തനിക്ക് സ്വന്തമായി വീടില്ല. ആ ഒരവസ്ഥയും കടബാധ്യതകളും ഒക്കെ എങ്ങനെയാണ് തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അതൊന്നും തനിക്കൊരു കാരണമാകാതെ, തൻ്റെ അയോഗ്യതകളല്ല കർത്താവിൻ്റെ യോഗ്യതയാണ് തന്നെ ഇവിടെ നിർത്തിയതെന്ന് അനിത എന്ന ഈ മകൾ പറയുകയാണ്. കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് ഉദിച്ച പ്രകാശം, അതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഈ ദൈവപുത്രൻ്റെ അമ്മയോടാണ് നാം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. നാം വിളിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരും.
ഉടമ്പടി കാശ് രൂപവും കൊണ്ട് പോകുമ്പോൾ ഒരിക്കലുമില്ലാത്തൊരു ധൈര്യം എനിക്കുണ്ട്. എവിടെ പോയാലും ഞാൻ അതും കൊണ്ടേ പോവുകയുള്ളൂ. ഇത് ഈ മകളാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ കൃപാസന അൾത്താരയിൽ എല്ലാ ദിവസവും പറയുന്ന സാക്ഷ്യത്തിൽ തന്നെ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ ആത്മധൈര്യം അത് എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ നമുക്ക് നിഴലിച്ച് കാണാം. അങ്ങനെ അമ്മയിലൂടെ ഈശോ നൽകിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.